ഹലോ ഓൾ, ചെറിയ ഡീകോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബാലൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ വീഡിയോ ആണ്. കിടിലം പടം, ഒരു രക്ഷയില്ല. ക്ലാസിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക്. ഇതിൻ്റെ ഡയറക്ടർ ചിദംബരത്തിൻ്റെ ജാനേമനും മഞ്ഞുമൽ ബോയ്സൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇത് അതുക്കും മേലെ നിൽക്കുന്ന ഒരു പടം, അതെനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ഒരു സ്ക്രിപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ. അതായത് നമ്മൾ ട്രെയിലറെല്ലാം കണ്ട പോലെ ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ കഥയുടെ ഒരു മെയിൻ കോർ. ഓരോ ആൾക്കാരുടെയും പെർഫോമൻസസ്, അതെടുത്തിരിക്കുന്ന രീതി, ഈവൻ ക്യാമറ ആംഗിൾ പോലും, അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷം, ഇതെല്ലാം വിഷ്വലി റെപ്രസെൻ്റ് ചെയ്തേക്കുക. ഇപ്പം ലോൺലി ആയിട്ട് നിൽക്കുമ്പം ദൂരെ നിന്നൊരു ക്യാമറ പ്ലേസ് ചെയ്ത് അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്കത് തോന്നും. അല്ലെങ്കിൽ അവർ പ്രതീക്ഷയിലോട്ട് പോകുമ്പോൾ പ്രതീക്ഷ ജീവിതത്തിൻ്റെ അടുത്ത പ്രതീക്ഷയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിങ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. ഡയലോഗ്സ് എല്ലാം കാച്ചിക്കുറുക്കിയ ഡയലോഗ്സാണ്, എല്ലാം നേരെ നമ്മുടെ തലയിലോട്ട്. ഫീലിങ്സ് കറക്റ്റ്. ആ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ടോക്സിക് ലെവലിലോട്ട് വരെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ബന്ധം, ഒരു സ്നേഹം ആ അമ്മയും മകനും തമ്മിലുള്ള നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ മ്യൂസിക് സുഷിൻ ശ്യാം ചെയ്തേക്കുന്ന ആ സിനിമയുടെ മൂഡിനോട് ഇഴകിച്ചേരുന്ന മ്യൂസിക്, നമുക്കിത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. അതിനകത്ത് ആ താക്കോൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതിൻ്റെ ലിറിക്സ് ഉൾപ്പെടെ സിനിമയുടെ തീമുമായിട്ട് അങ്ങ് ചേർന്നാണ് നിൽക്കുന്നത്. സിറ്റുവേഷണൽ ഹ്യൂമർ ഒരുപാടുണ്ട് ഇതിനകത്ത്. എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കാസ്റ്റിങ്. ഈ ബാലനായിട്ടുള്ള കുട്ടിയുടെ ഒരു മെച്ചുവറായിട്ടുള്ള ഒരു ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ശരിക്കും വിചാരിച്ചു ഈ കുട്ടി വളരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഷൂട്ട് ചെയ്യുന്നു, അത്ര സിമിലാരിറ്റി. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ട് ഇവരെങ്ങാണ്ട് 17,000 ആൾക്കാരെ റിജക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ ആൾക്കാരെയും ചൂസ് ചെയ്തേക്കുന്നത്. അതായത് അമ്മയുടെ ക്യാരക്ടർ അവരുടെ കണ്ണുകൾ കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അവരൊരു ഫ്യൂച്ചറിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിങ് സ്റ്റാറായി മാറാൻ ചാൻസ് ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ഇനിയും കിട്ടിയാലും. കാരണം കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കുന്നത്. അവരുടെ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഭയം, അവർ മകന് വേണ്ടി ചിലപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള അവരുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, ഒരു സ്ഥലത്തിൻ്റെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാണിക്കുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ആ പഴമയും ആ കാലം കടന്നു പോയതൊക്കെ ആർട്ട് ഡയറക്ഷനിൽ അവർ കാണിക്കുന്നുണ്ട്. ജീൻ പോൾ ലാൽ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. ലാസ്റ്റ് നമുക്കൊരു സ്ലോ ബേണറായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു പോയമൊക്കെ വായിക്കുന്ന പോലെയാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലെ നമ്മളിങ്ങനെ മനസ്സ് നിറഞ്ഞാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അത് ആ മൂഡിലോട്ട് ഇന്നാകും നമ്മളെ ഇന്നാക്കും പതുക്കെ. ഡാർക്ക് എലമെൻസും ഉണ്ട്, പക്ഷേ നല്ല രസമാണ്. അപ്പം എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ബാലൻ. എനിക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്.